നമസ്കാരം. ഇന്ന് നമ്മുടെ പത്തനംതിട്ട അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ അമ്മച്ചി ഇന്ന്? ഇന്ന് ഒരു ഫിഷ് ടൊമാറ്റോ റോസ്റ്റ് ആണ്. ഫിഷ് ടൊമാറ്റോ റോസ്റ്റ്. അതെ. ഏത് മീനത്? ഇത് മോത, വെള്ളമോതയും ടൊമാറ്റോയും കൂടെ ഉള്ള ഫ്രൈ ചെയ്യുന്നതാണ്. സാധാരണ നമ്മൾ ഫിഷ് കറി അങ്ങനെ വേറെ ഐറ്റംസ് അല്ലയോ ഫിഷ് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിക്കോട്ടെ. ചപ്പാത്തിക്കും പൊറോട്ട, ചോറ് എല്ലാത്തിനും കഴിക്കാവുന്ന പറ്റിയ ഒരു സ്പെഷ്യൽ റെസിപ്പി അല്ലേ? അതെ അതെ. അപ്പം നമ്മുടെ ഫിഷ് ടൊമാറ്റോ റോസ്റ്റ് അത് തയ്യാറാക്കാം അല്ലേ? തയ്യാറാക്കാം. തുടങ്ങിയാലോ? തുടങ്ങാം. നമുക്ക് നല്ല ഗ്യാസ് ഓണാക്കാം. പാത്രം ഒന്ന് ചൂടായിക്കോട്ടെ. ഒരു 4 സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. ഇത് റോസ്റ്റ് ആകുമ്പോൾ ഇച്ചിരി എണ്ണയ്ക്ക് കൂടുതൽ വേണം. ചൂടായിട്ടുണ്ട്. കടുകിടുകയാണ്. കടുകൊന്ന് പൊട്ടിക്കോട്ടെ. 10 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ്. വെളുത്തുള്ളി അല്ലി, അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതിലേക്കൊരു 3 പച്ചമുളക്. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ എല്ലാം മണം ഒന്ന് പച്ചമണം മാറിക്കോട്ടെ. പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവോള കട്ട് ചെയ്ത് വെച്ചത്, നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഇതിലേക്ക് 2 സ്പൂണ് കാശ്മീർ ചില്ലി പൗഡർ, 1 സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, കറിവേപ്പില 2 തണ്ട്. ഈ മസാലക്കൂട്ടിനകത്തോട്ട് മീനിടുക. ദശ കട്ടിയുള്ള മീന വേണം ഇങ്ങനത്തെ കറി ചെയ്യാനായിട്ട്. ഫ്രൈ. തക്കാളി ഇടാനായില്ലേ അമ്മച്ചി? ഇപ്പം ഇടാൻ പോവാണ്. തക്കാളിക്ക് ഏറ്റവും വിലയുള്ള സമയത്താണ് നമ്മൾ തക്കാളി റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതെ അതെ. ഫിഷ് തക്കാളി റോസ്റ്റ്. തക്കാളി റോസ്റ്റ്. ഇതിലേക്ക് തക്കാളി 3 തക്കാളിയുണ്ട്. ഇനി പാകത്തിന് ഉപ്പിടണം. ഇത് റോസ്റ്റ് ആണെങ്കിലും ഒട്ടും വെള്ളം വേണ്ട. ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും വെള്ളം വേണ്ട. ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മാത്രം മതി. അതുപോലെ നമ്മളിപ്പോൾ ചില കറികൾക്കുള്ള നാച്ചുറലായിട്ടുള്ള പൊടിവർഗ്ഗങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സംസാരം ടിവിയുടെ നാച്ചുറൽ ടു ഹോം സൈറ്റിൽ കയറി എല്ലാവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ്. നാച്ചുറൽ ടു ഹോം. അതെ, നാച്ചുറൽ ടു ഹോം എന്ന് പറയുന്ന നാച്ചുറലായിട്ടുള്ള വിഭവങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ എല്ലാവരും അത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം. പൊടിവർഗ്ഗങ്ങൾ മാത്രമല്ല, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളും, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, പൊടിവർഗ്ഗങ്ങൾ, ബേക്കറി, തേന് ഒക്കെ തുടങ്ങിയ ശുദ്ധമായ ഐറ്റംസ് മാത്രം
അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ ചാർജ് ഒന്നുമില്ലാതെ എല്ലാവരുടെയും വീടുകളിലെത്തിക്കും. ഈ കറി ഒന്ന് അടച്ചു വെക്കുകയാണ്. 10 മിനിറ്റ് നേരം വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. വെള്ളമുണ്ടോ എന്തോ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയാം. ഇതുവരെ ഒന്ന് ഇരിക്കട്ടെ. വില കൂടിയ തക്കാളിൻ്റെ സ്ഥിതി എന്താണെന്നൊക്കെ നോക്കാം അല്ലേ. പക്ഷെ നല്ല തക്കാളിയാണ് കേട്ടോ. അതെ അല്ലേ. ആ, മറ്റുള്ളതെന്ന് പറഞ്ഞാൽ വെറുതെ അവർ ഈ മരുന്ന് വെച്ചുകൊണ്ട് കുത്തി വാട്ടി കൊണ്ടുവരുന്ന. ഇത് നല്ല നല്ല നിറമുള്ള നല്ല തക്കാളി. വില കൂട്ടിയാലും നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഐറ്റം കിട്ടി. നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായെന്നുള്ളത്. ഫിഷ് ടൊമാറ്റോ ഫ്രൈ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ടുണ്ട്. കാഴ്ചയ്ക്ക് തന്നെയല്ല, കഴിക്കാനും. ഫിഷ് ടൊമാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഒരു ഡെക്കറേറ്റിനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ടൊമാറ്റോ റോസ്റ്റ് റെഡിയായില്ലേ. അതെ. കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സ്മെല്ല് നല്ല സൂപ്പർ സ്മെല്ലുണ്ട്. കപ്പോട് വേണം. എരിവുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം സമാസമം. നല്ല അടിപൊളി. തക്കാളിക്ക് ഇച്ചിരി വില കൂടുതലാണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. നല്ലൊരു അടിപൊളി റോസ്റ്റ് കഴിക്കാൻ പറ്റും. ഒരു ഫിഷ് ടൊമാറ്റോ റോസ്റ്റ് അല്ലേ. ഇനിയിപ്പം പറ്റില്ലെങ്കിൽ വില കുറയുമ്പം, തക്കാളിൻ്റെ വില നന്നായിട്ട് കുറയുമ്പോൾ ഇതുപോലെ നോക്കി വെക്കുക. അപ്പം എന്തായാലും അടിപൊളി ടൊമാറ്റോ ഫിഷ് റോസ്റ്റ് അല്ലേ. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ചൂട് ചോറിൻ്റെ കൊടുത്ത് കഴിക്കണം. എന്നാലും അതെ, നല്ല കഷ്ണമീനും മേടിച്ച് ഇങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ. അപ്പം എല്ലാവർക്കും ബൈ.